സമയം. ഞാൻ എന്തിനാ ഇങ്ങനെ പറയണമെന്നറിയാവോ? നിങ്ങൾക്കൊക്കെ എന്തെങ്കിലും രോഗവും വേദനയും വിഷമവും അല്ലെങ്കിൽ അയൽവാസികളുമായിട്ടുള്ള കടിപിടി അല്ലെങ്കിൽ നിങ്ങളുടെ ജോലി നഷ്ടപ്പെടുക അല്ലെങ്കിൽ എവിടെയെങ്കിലുമൊക്കെ ഇഷ്യൂസ് ഉണ്ടാകുമ്പോഴേ പ്രാർത്ഥിച്ചിട്ടും ഒക്കാണ്ട് വരുമ്പോഴേ എനിക്ക് ദൈവം പോലും ഒന്നും ഇല്ലെന്ന് നമുക്ക് തോന്നണില്ലേ? അങ്ങനെ ഉണ്ടെങ്കിൽ, അങ്ങനെ ഉള്ളപ്പോൾ അത് മഹാകാര്യമായിട്ട് സംഭവിക്കരുത്. ഈ മാംസത്തിൻ്റെ ഒരു നേച്ചറാണ്, പ്രകൃതിയാണത്. പ്രകൃതിയിൽ നമുക്ക് തോന്നും. കാര്യം നമ്മൾ വേദന അനുഭവിക്കുന്ന ചങ്കിലും മാംസത്തിലുമല്ലേ അനുഭവിക്കണത്. അപ്പോൾ സ്വാഭാവികമായിട്ടും നമുക്ക് ഈ മാംസത്തിൻ്റെ പ്രകൃതി കാരണം ചില സമയത്ത് അങ്ങനെ തോന്നിപ്പോകും, ദൈവം പോലും എന്നെ. അപ്പോൾ അത് പക്ഷേ നമുക്ക് കൂട്ടുണ്ട്, ഈശോ കൂട്ടുണ്ട്, ഈശോ നമുക്ക് കൂട്ടുണ്ട്. ഈശോ നമുക്ക് സമനായെന്ന് പറയുമ്പോഴേ എല്ലാ കാര്യത്തിലും സമനായെന്നാണ് എഴുതിയിരിക്കുന്നത്. പാപം ഒഴികെ അവൻ എല്ലാ കാര്യത്തിലും. ദാറ്റ് മീൻസ് നമ്മളുടെ കാതരതകളിലെല്ലാം, ഫ്രജിലിറ്റി, അതിലെല്ലാം ഈശോ നമ്മുടെ കൂടെ ഉണ്ട്. കൈയടിച്ച് കിടത്താണ് ജീവിക്കുന്നു, തിരുവോസ്തിയിൽ ജീവിക്കുന്നു. യേശുക്രിസ്തുവിൽ ജീവിക്കുന്നു, തിരുവോസ്തിയിൽ ജീവിക്കുന്നു. സ്വയം ഭോജ്യമായി നൽകിയ സ്നേഹിതരോട് നിത്യം വസിച്ചിടുക. സ്വയം ഭോജ്യമായി നൽകിയ സ്നേഹിതരോട് നിത്യം വസിച്ചിടുക. ഹല്ലേലൂയ, ജയം ഹല്ലേലൂയ, യേശു കർത്താവ് ജീവിക്കുന്നു. പക്ഷേ ഇങ്ങനെ ഒരു ഫ്രജിലിറ്റി തോന്നുമ്പോൾ തന്നെ അച്ഛൻ മുമ്പ് പറഞ്ഞില്ലേ, ഈ ഗ്യാപ്പ് വന്ന് നമുക്കൊരു ആബ്സൻസ് ഓഫ് ഗോഡ് ഫീൽ ചെയ്യണ സമയമാണ്. വേദന കൊണ്ട് നമുക്ക് തോന്നിപ്പോണ സമയമാണ്. പക്ഷേ എന്താണ് ദൈവത്തിൻ്റെ നേച്ചർ? ഈ മാംസത്തിൻ്റെ നേച്ചറിൽ നമുക്ക് ദൈവം നമ്മളെ കൈവിട്ടെന്ന് തോന്നും. പക്ഷെ ദൈവത്തിൻ്റെ നേച്ചർ എന്താ? കൈവിടാത്തതാണ് ദൈവത്തിൻ്റെ നേച്ചർ. മാംസത്തിൻ്റെ പ്രകൃതി അനുസരിച്ച് നമുക്ക് വേദന കൂടുമ്പോൾ ദൈവം കൈവിട്ട പോലെ നമുക്ക് ദൈവം കൈവിടത്തില്ല. പക്ഷേ വി വിൽ ഫീൽ സോ, നമുക്കങ്ങനെ തോന്നുന്നതാണ്. ദൈവം കൈവിടത്തില്ല. ദൈവം വചനത്തിൽ നിന്ന് മാറി നിൽക്കത്തില്ല ഒരിക്കലും. കാര്യം അവനെ വഞ്ചിക്കാൻ അവന് പറ്റത്തില്ല. അവൻ്റെ വാക്കിനെ വഞ്ചിക്കാൻ അവന് പറ്റുമോ? പറ്റത്തില്ല. ദൈവം ഒരിക്കലും ഉപേക്ഷിച്ച് ചെയ്ത് കളയത്തില്ല. പക്ഷെ നമ്മുടെ വേദന കൊണ്ട് ദൈവത്തിൻ്റെ സാന്നിധ്യം നമുക്ക് ഈശോക്ക് ഫീൽ ചെയ്തില്ലല്ലോ. ഹലോ ലാമാ സബക്താനി എന്ന് ചോദിച്ചില്ലേ? ഈശോക്ക് ഫീൽ ചെയ്തില്ല. അപ്പായുണ്ട്, പക്ഷേ വേദനയുടെ ചുള കുത്തണ കാരണം അപ്പായുടെ സ്നേഹം ഫീൽ ചെയ്യണില്ല. ഇപ്പം പഞ്ചാരക്ക് മധുരമുണ്ട്, നമുക്ക് പനിയായത് കാരണം മധുരം നമുക്ക് ഫീൽ ചെയ്യണില്ല. അത് അത്രയുള്ള കാര്യം. നമുക്ക് കറക്കും ചോറിനുമൊക്കെ രുചിയുണ്ട്, പക്ഷെ നമുക്ക് പനിയാണ്. അത് കാരണം നമുക്ക് ഫീൽ ചെയ്യണില്ല. അത് നമ്മളുടെ പ്രശ്നമാണ്, ദൈവത്തിൻ്റെ പ്രശ്നമല്ല. അപ്പോഴെപ്പോഴും ഓർത്ത്, അപ്പം അങ്ങനെ ഒരു പ്രശ്നത്തിലാണെങ്കിൽ പോലും നമ്മളുടേതായിട്ടുള്ള വേദനയുടെ പ്രശ്നത്തിലാണ് ദൈവത്തെ ഫീൽ ചെയ്യണില്ല എങ്കിലും എൻ്റെ മക്കൾ അവിടെയാണ് ഈ വിശ്വാസത്തെക്കാളുപരി സ്നേഹം വരേണ്ടത്. അപ്പം നിങ്ങൾ ആന്തരിക ബോധ്യത്തിൽ പറയണം, ഒരിക്കലും എനിക്കിപ്പോൾ എൻ്റെ വേദന കൊണ്ട് എനിക്ക് ഫീൽ ചെയ്യാത്തതാണ്, എൻ്റെ അപ്പ എന്നെ ഒരിക്കലും അനാഥമായി വിടത്തില്ല. ഈശോയും പറഞ്ഞിട്ടില്ലേ 14:18 യോഹന്നാൻ 14:18 അല്ലേ? ഞാൻ നിങ്ങളെ അതാണ് സംഭവം. ദൈവം നമ്മൾ ഒരിക്കലും, നമ്മൾക്ക് ജപ്തി നടപടി വരുന്നു, അല്ലെങ്കിൽ വൈഫ് ആശുപത്രിയിലാണ്, അല്ലെങ്കിൽ നമ്മൾക്ക് കുടലിന് ഓപ്പറേഷനാണ്, നമുക്കതിന് പൈസ പോലും ആശുപത്രി അടക്കാൻ കിട്ടുന്നില്ല, നമ്മൾ പരക്കം പാഞ്ഞ് പ്രാന്തനപ്പുറം അടക്കണം, വാട്ടർ എവറിത്തിങ്. ആ സമയത്തും ഇവിടെയൊക്കെയാണ് വിശ്വാസം 24 ക്യാരറ്റ് പെയ്യണത്. അത് അതിൻ്റെ തങ്കമാണത്, ക്യാരറ്റ് ഗുണനിലവാരം. അതായത് വിശ്വാസം പ്രഖ്യാപിക്കാൻ പറ്റാത്ത സമയം, അതായത് ദൈവത്തെ ഫീൽ ചെയ്യാത്ത സമയത്ത് ഈശോ എന്നാ ചെയ്തത്? ഈശോക്കറിയാം. ഈശോ ഇത്രയും ചുളുവിളാക്കൊത്തി ഇങ്ങനെ അണിയെ തൂങ്ങി ഒരു വിറച്ചിയായിട്ട് നിന്ന് ആകാശവും ഭൂമിക്കും മറ്റും നിന്ന് തിളക്കുകയാണ്. തിളക്കുമ്പോഴും പറയും, അപ്പ എന്നെ ഉപേക്ഷിക്കത്തില്ലെന്ന് എനിക്കറിയാം, എനിക്ക് ബോധ്യമുണ്ട്. അതുകൊണ്ട് അപ്പാടെ കരങ്ങളിലേക്ക് ഞാൻ എൻ്റെ ആത്മാവിനെ അതാണ് സംഭവം. ഹീ ഫെൽറ്റ് ഇറ്റ്. എനിക്ക് അപ്പായുടെ സ്നേഹം ഇപ്പം ഫീൽ ചെയ്യണില്ല, പക്ഷേ അപ്പായ്ക്ക് എന്നെ ഉപേക്ഷിച്ചിട്ടില്ല, അതുകൊണ്ട് ഞാൻ സമർപ്പിക്കണമെന്ന് പറയണം. പറഞ്ഞ മനസ്സിലായില്ലേ? അതല്ല ഈശോ പറഞ്ഞത്. അതാണ് ലൂക്ക 23:46. ഐ കമൻഡ് മൈ സ്പിരിറ്റ്
ലുക്ക 23:44 ഞാൻ എൻ്റെ ആത്മാവിനെ സമർപ്പിക്കുന്നു. എൻ്റെ മക്കളെ, ചില സമയത്ത് നമ്മുടെ രോഗമോ ക്ഷീണമോ എപ്പോഴാണ് സമർപ്പിക്കേണ്ടതെന്ന് നിങ്ങൾ എന്നോട് ചോദിച്ചാൽ ഞാൻ ഉടനെ പറയും. കാര്യം വിശ്വാസം കൊണ്ടോ പ്രത്യാശ കൊണ്ടോ സ്നേഹം കൊണ്ടോ നമുക്ക് ദൈവത്തെ ഫീൽ ചെയ്യാത്ത അവസ്ഥ, ദൈവത്തിൻ്റെ സാന്നിധ്യമോ സന്ധിപ്പോ അനുഭവിക്കാത്ത വിഷയങ്ങൾ വി ഷുഡ് സബ്മിറ്റ്. നമ്മൾ ദൈവത്തിന് സമർപ്പിക്കണം. മനസ്സിലായ? അതൊക്കെയാണ് സമർപ്പിക്കേണ്ടത്. ചില കാര്യങ്ങൾ ഡെഡ് എൻഡായിട്ട് നടക്കത്തില്ല. വി ആർ ഫേസിങ് എ ഫെയ്റ്റ്. ഒരു ഫെയ്റ്റിനെ നമ്മൾ പ്രസൻസ് നമ്മൾ ഫീൽ ചെയ്യുമ്പോൾ അപ്പാ കൈകൂപ്പി പറഞ്ഞു, അപ്പാ ഈശോ ഒരു ഫെയ്റ്റ് ആദ്യമായിട്ട് ഒരു ഫെയ്റ്റ് ഈശോ കൺഫ്രണ്ട് ചെയ്തപ്പോൾ ഈശോ പറഞ്ഞ വാക്കാണ്, അപ്പാ ഐ കമാൻഡ് മൈ സ്പിരിറ്റ്, ഞാൻ അത് സമർപ്പിക്കുന്നു. എൻ്റെ മക്കളെ, അതിലൊരു വിശ്വാസമുണ്ട്, അതിലൊരു ദൈവസ്നേഹമുണ്ട്, അതിലൊരു പ്രത്യാശയുണ്ട്, അതിനേക്കാൾ ഉപരി ഒരു ആത്മബന്ധമുണ്ട്. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ, ആരാധന, ആരാധന, ആരാധന. നിന്റെ ശരീരം എനിക്കു നൽകാൻ എത്രയോ ആഴത്തിൽ സ്നേഹിച്ചു നീ. നിന്റെ ശരീരം എനിക്കു നൽകാൻ എത്രയോ ആഴത്തിൽ സ്നേഹിച്ചു നീ. അപ്പം നടക്കാത്ത വിഷയങ്ങൾ, ഈ നടക്കാത്ത വിഷയങ്ങൾ നമ്മുടെ ഉള്ളിലെ കാണാതെ ഇരിക്കുന്ന വിഷയങ്ങൾ, നമ്മുടെ മുമ്പിൽ കാണുന്നില്ല. ഈ കാണാത്ത കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യണം? ഇതുപോലെ സമർപ്പിക്കാനുള്ളതാണ്. മനസ്സിലായില്ലേ? ഇപ്പം CDC പാസ്പോർട്ട് തമ്മിൽ സിങ്ക് ചെയ്യുന്നില്ല, ഏജ് ഓവറായിരിക്കുന്നു, നമുക്കത് ഫീൽ ചെയ്യുന്നില്ല, നമുക്കവിടെ ഗ്യാപ്പുണ്ട്, ആ സ്പേസ്. ഇങ്ങനെയുള്ള നമ്മുടെ സ്വാധീനത്തിന് അപ്പുറത്ത് വരുന്ന വിഷയങ്ങൾ, കാണാത്ത വിഷയങ്ങൾ, ദൈവത്തെ പോലും ആ മേഖലയിൽ കാണാത്ത വിഷയങ്ങൾ എന്തിനുള്ളതാണ്? സ്നേഹത്താൽ സമർപ്പിക്കാനുള്ള വിഷയങ്ങളാണ്. കാണാതെ വിശ്വസിക്കുന്നവർ ഭാഗ്യവാന്മാരെന്ന് പറയുമ്പോഴേ സ്നേഹത്തിൽ വിശ്വസിക്കുന്നവരെ എന്നതിൻ്റെ അർത്ഥം. സ്നേഹത്തിൽ കാണാത്തൊരവസ്ഥയില്ല. കാണാത്ത അവസ്ഥയിലും കാണുന്ന വിഷയത്തിൻ്റെ പേരാണ് സ്നേഹം. കൈയടിച്ച് കർത്താവ് ഹല്ലേലൂയ. എനിക്കു എത്രയോ ആഴത്തിൽ സ്നേഹിച്ചു നീ. നിന്റെ ശരീരം എനിക്കു എത്രയോ ആഴത്തിൽ സ്നേഹിച്ചു നീ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. എഴുന്നേൽക്കുക. എല്ലാവരും എഴുന്നേൽക്കുക. രോഗസൗഖ്യ പ്രാർത്ഥനയിലേക്ക് പ്രവേശിക്കുകയാണ്. എന്നെ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന വിവിധ നാടുകളിലും വീടുകളിലുമൊക്കെ ഇരിക്കുന്ന സഹോദരങ്ങൾ ഇപ്പോൾ എഴുന്നേരുന്ന് ശുശ്രൂഷ കൂടാ. എഴുന്നേറ്റ് നിൽക്കാൻ പറ്റുന്ന അവസ്ഥയിലാണെങ്കിൽ എഴുന്നേറ്റ് നിൽക്കുക. എവിടെയെങ്കിലും ഓഫീസിൽ ജോലി ചെയ്യണവരൊക്കെ ഉണ്ടാകും, അവരെ എഴുന്നേൽക്കേണ്ട കാര്യമില്ല. പ്രാർത്ഥിക്കുക. കർത്താവേ, ഈ ആരാധനയുടെ നിമിഷങ്ങളെ അങ്ങേക്ക് സമർപ്പിക്കുന്നു. ഈ ലോകത്ത് നിന്ന് കൊറോണ വൈറസിനെ അങ്ങ് പൂർണ്ണമായി നിഹനിക്കണമേ. പരസ്പരം പഠിച്ചാരാതെ കുറ്റം പറയാതെ ഇങ്ങനെയുള്ള ശത്രുവിനെ ദൈവത്തെ വിശ്വസിച്ചുകൊണ്ട് പരസ്പരം സ്നേഹിച്ച് പ്രതിരോധിക്കുവാൻ മനുഷ്യ സമൂഹങ്ങൾക്ക് സ്നേഹത്തിന്റെ അഭിഷേകം നൽകണമേ. സ്നേഹത്തിന്റെ അഭിഷേകം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ, ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ, 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 യേശുവേ.
ആരാധിക്കുമ്പോൾ വീടുകൾ, ആരാധിക്കുമ്പോൾ സൗഖ്യം, ആരാധിക്കുമ്പോൾ വീടുകൾ, ആരാധിക്കുമ്പോൾ സൗഖ്യം. സമാധാന സന്തോഷം ദാനമായവൻ സമാധാന സന്തോഷം ദാനമായവൻ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. രോഗസൗഖ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന സമയമാണ്. അടിവയറ്റിൽ കൈവെക്കുക. ഇന്നത്തെ സാക്ഷ്യങ്ങൾ കേട്ടപ്പോൾ നമുക്ക് മനസ്സിലായി, ഏത് മേഖലയിൽ ഏത് രാജ്യത്തിരുന്ന് നീ ആരാധന കൂടിയാലും കർത്താവ് ഈ ആൾത്താറെ ഈ സന്ദേശം നൽകുന്നതിൻ്റെ സൗഖ്യത്തെക്കുറിച്ചെന്ന്. ഇങ്ങനെ ഒരു പുതിയ സാക്ഷ്യമല്ല ഇത്. ഇങ്ങനെ ഒരു 10 കൂടുതൽ സാക്ഷ്യങ്ങൾ ഇങ്ങനെ നമ്മൾ കേട്ടിട്ടുണ്ട്. ഓൺലൈനിൽ കർത്താവ് നിങ്ങളുടെ 10,000 മൈൽ അകലെ നിന്ന് ധ്യാനം കൂടുന്നവർക്ക് ഈ നിമിഷം ഇവിടെ അവർക്ക് സംഭവിക്കുന്ന വിഷയങ്ങൾ, കർത്താവ് അവരെങ്ങനെ തൊടുന്നു, അവരെങ്ങനെ സൗഖ്യപ്പെടുത്തുന്നു എന്നുള്ളത് ദർശനവിധി പ്രകാരം കർത്താവ് അറിയിക്കുന്ന അനുഭവമാണ് ഇന്ന് കോട്ടയത്തെ ചേച്ചി സാക്ഷ്യം പറഞ്ഞത്. അത് പുതിയൊരു കാര്യമല്ല. ഇതിങ്ങനെ റെക്കോർഡ് ചെയ്യുന്ന ഒരു വിഷയം. നമ്മുടെ യൂട്യൂബ് നോക്കിയാൽ നിങ്ങൾക്ക് അതിൻ്റെ സത്യാവസ്ഥ മനസ്സിലാകും. ശ്രുതികട ഹല്ലേലൂയ 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 യേശുവേ ആരാധന. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഉദരത്തിൽ കൈവച്ച് പ്രാർത്ഥിക്കേണ്ട സമയമാണ്. ഉദര രോഗമുള്ളവരാണ് ഉദരത്തിൽ കൈവെക്കേണ്ടത്. ഉദര രോഗം എന്ന് പറയുമ്പോൾ അജ്ഞാത രോഗങ്ങളുണ്ട്. നമുക്ക് ചിലപ്പോൾ അറിയാത്ത രോഗമുണ്ടാകുന്ന പക്ഷെ നമുക്കറിയത്തില്ല. അങ്ങനെയുള്ള രോഗങ്ങൾ ദൈവത്തിനറിയാം. അതുകൊണ്ടാണ് നമ്മൾ കൈവച്ച് പ്രാർത്ഥിക്കുന്നത്. നമുക്കറിയാവുന്ന രോഗങ്ങൾ പിസ്ല, PCOD, ഫിഷർ രോഗങ്ങൾ, സിസ്റ്റ് രോഗങ്ങൾ, ഗർഭനാളികൾ, ഫിലോപ്പിയൻ ട്യൂബ് ഒട്ടിപ്പോയത്, മുറിഞ്ഞു പോയത്, ഒരെണ്ണം എടുത്ത് കളഞ്ഞത്, അങ്ങനെയുള്ള എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്ന സമയമാണ്. അങ്ങനെയുള്ളവരൊക്കെ എല്ലാം ഉദരത്തിൽ കൈവച്ച് പ്രാർത്ഥിക്കേണ്ടതാണ്. മൂത്രാശയത്തിൽ കല്ല്, ഇപ്പോഴിന്ന് മൂത്രാശയത്തിലെ കല്ല് മാറിയ സൗഖ്യങ്ങൾ സാക്ഷ്യത്തിൽ പറഞ്ഞതാണ്. അതുപോലെ തന്നെ കുടലിലെ കുരുക്കൾ, അൾസർ രോഗങ്ങൾ, അരിസസ് രോഗങ്ങൾ, ഹെർണിയ, ആ മേഖലയിലുള്ള ഹെർണിയ രോഗങ്ങൾ, അവിടെ എല്ലാം ഇപ്പോൾ കൈവച്ച് പ്രാർത്ഥിക്കേണ്ടതാണ്. അതുപോലെ നെഞ്ചിനോട് അനുബന്ധമായിട്ടുള്ള രോഗങ്ങളുള്ളവർ നെഞ്ചിൽ ഇപ്പോൾ കൈവച്ച് പ്രാർത്ഥിക്കേണ്ടതാണ്. ശ്വാസകോശ രോഗങ്ങൾ, വലിവ്, ശ്വാസം മുട്ടൽ, ആസ്മ, നെഞ്ചുവേദന ഉണ്ടാക്കുന്ന കാരണങ്ങൾ, ഹൃദയത്തിൻ്റെ അസുഖങ്ങളുള്ളവർ ഹൃദയ സ്ഥാനത്ത് കൈവച്ച് പ്രാർത്ഥിക്കേണ്ടതാണ്. പങ്ക്രിയാസിൻ്റെ രോഗങ്ങളുള്ളവർ, കരളിൻ്റെ രോഗങ്ങൾ, നെഞ്ചിൻ്റെ കൂമ്പിന് കൈ വട്ടം വെച്ച് പ്രാർത്ഥിക്കേണ്ടതാണ്. കഴുത്തിന് രോഗമുള്ളവർ, സ്പോണ്ടിലോസ് രോഗികൾ, തൈറോയ്ഡ് രോഗികൾ, ഇന്നും തൈറോയ്ഡ് രോഗികൾ സൗഖ്യപ്പെട്ടതിൻ്റെ സാക്ഷ്യം നമ്മൾ കേട്ടതാണ്. എപ്പോഴും തളർച്ചയോടെ ജോലിയൊന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥകൾ, കഴുത്തിന് മുറിവുള്ളവർ, കുരുക്കളുള്ളവർ, അവൻ്റെ വേരിക്കോസ് പോലുള്ള കുരുക്കളുണ്ടായിരുന്നിട്ട് സുഖപ്പെട്ടവരൊക്കെ ഇന്ന് സാക്ഷ്യം പറഞ്ഞതാണ്. അതുകൊണ്ട് കഴുത്തിന് രോഗമുള്ളവർ കൈവച്ച് പ്രാർത്ഥിക്കേണ്ടതാണ്. സ്പോണ്ടിലോസ് രോഗികൾ, തൈറോയ്ഡ് രോഗികളൊക്കെ. ശിരസ് സംബന്ധമായ അസുഖങ്ങളുള്ളവർ, കണ്ണിന് കാഴ്ചക്കുറവ്, ചെവിക്ക് കേൾവിക്കുറവെല്ലാം നെറ്റിക്ക് കൈവച്ച് പ്രാർത്ഥിക്കേണ്ടതാണ്. ശിരസ്സിന് മരവിപ്പ്, തലച്ചോറിലെ ബ്ലഡ് ക്ലോട്ട് ചെയ്യിക്കുന്ന അവസ്ഥ നിങ്ങൾക്കാകണമെന്നില്ല. നിങ്ങളുടെ വീട്ടിലുള്ളവർ, കിടപ്പ് രോഗികൾക്കെല്ലാം വേണ്ടി ഇപ്പോഴും നിങ്ങൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കേണ്ടതാണ്.
ബ്രസ്റ്റിന് ക്യാൻസറും അതുപോലെയുള്ള രോഗികളുള്ളവരെല്ലാം ആ സ്ഥാനങ്ങളിൽ കൈവച്ച് പ്രാർത്ഥിക്കേണ്ടതാണ്. പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥം തേടേണ്ടതാണ് ഈ സമയത്ത്. എല്ലാം കഴിയുമ്പോൾ അവസാനം ഒടുവിൽ അച്ഛൻ പ്രാർത്ഥിക്കും. ഇപ്പോൾ നിങ്ങൾ അവിടെ എല്ലാം കൈവച്ച് പ്രാർത്ഥിക്കണം. വാതരോഗികളുണ്ട്, ഷുഗർ രോഗികൾ, പ്രഷർ രോഗികൾ. ഇന്ന് സാക്ഷ്യത്തിലുള്ളതാണ് പ്രഷറെല്ലാം നോർമലായെന്ന്. 10 കൊല്ലമായിട്ട് പ്രഷറിന് മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുന്നവരുടെ പ്രഷറാണ് നോർമലായത് നമ്മൾ കേട്ടതാണ്. അപ്പോഴേ പ്രഷർ രോഗികൾ, ഷുഗർ രോഗികളൊക്കെ എല്ലാം, അവന് വാതരോഗികൾ, വെരിക്കോസിന് അസുഖമുള്ളവർ, വിസർപ്പ രോഗികൾ, അങ്ങനെയുള്ളവരെല്ലാം കൈ സ്വസ്തിക പോലെ വെച്ച് പ്രാർത്ഥിക്കേണ്ടതാണ്. ആസകലം ശരീരം സമർപ്പിക്കുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ കൈ സ്വസ്തിക പോലെ വെച്ചിട്ട് നെഞ്ചിൽ പിണച്ച് വെച്ചിട്ട് കർത്താവിനെ ഹോൾ ബോഡി കർത്താവിനെ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കേണ്ടതാണ്. ഇത് പറയാത്ത രോഗികൾ, അജ്ഞാത രോഗികൾ, അതുപോലെ ഓട്ടിസത്തിൻ്റെ കുഞ്ഞുങ്ങളുള്ളവർ, അവരെല്ലാം അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കേണ്ട സമയമാണ്. അപസ്മാര രോഗികൾ, അതുപോലെ തന്നെ മാനസിക രോഗികൾ, പലതരത്തിലുള്ള 10,000 ഒരാൾക്കും 1,00,000 ഒരാൾക്കും വന്ന അപൂർവ രോഗികളൊക്കെ എല്ലാം ഇപ്പോൾ പ്രാർത്ഥിക്കേണ്ടതാണ്. സ്തുതിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കേണ്ടതാണ്. അമ്മയോട് മധ്യസ്ഥം തേടിക്കൊണ്ട് പ്രാർത്ഥിക്കേണ്ടതാണ്. മാരക രോഗങ്ങൾ സൗഖ്യപ്പെടുന്ന ആരാധനയുടെ വലിയ നിമിഷമാണ്. കർത്താവേ, നിൻ്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, നിൻ്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തുന്ന പ്രാർത്ഥിക്കുന്നു. കർത്താവേ, നിൻ്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തി പ്രാർത്ഥിക്കുന്നു. കർത്താവേ, അപ്പാ സ്വയകർത്താ, അപ്പാ കൈ നീട്ടണമേ. അപ്പാ, ഈ രോഗികളുടെ മേലും എല്ലാ നാടുകളിലെ വിവിധ വീടുകളിരുന്നു കൊണ്ട് കണ്ണീരോടെ രോഗത്താൽ ആക്രമിക്കപ്പെട്ട് പ്രാർത്ഥിക്കുന്നവരെ കർത്താവേ, അതുപോലെ തന്നെ കൊറോണ ബാധിച്ച ലോകത്തിൻ്റെ വ്യത്യസ്തമായ ഇടങ്ങളിൽ ഐസൊലേറ്റ് ചെയ്ത് കിടക്കുന്ന മക്കളെ അപ്പാ കൈ നീട്ടണമെന്ന് പ്രാർത്ഥിക്കുന്ന അപ്പാ കൈ നീട്ടണമേ. അങ്ങേപ്പുത്രനായ യേശുക്രിസ്തു നാമത്തിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന അങ്ങേ അടയാളം കാണിക്കണമേ അപ്പാ, അത്ഭുതങ്ങൾ ചെയ്യണമേ അപ്പാ. അങ്ങേപ്പുത്രനായ യേശുക്രിസ്തു അമ്മേ, പരിശുദ്ധ അമ്മേ, എല്ലാവർക്കും വേണ്ടി മധ്യസ്ഥം വഹിക്കണമേ. മാരക രോഗങ്ങൾ, തീരവേദികൾ, അപൂർവ രോഗങ്ങൾ, ചികിത്സ സുഖപ്പെടാത്ത രോഗങ്ങൾ യേശു നാമത്തിൽ അപ്പാ കൈ നീട്ടണമേ. അപ്പാ കൈ നീട്ടണമേ. അപ്പാ യേശു നാമത്തില് സൗഖ്യം നടക്കട്ടെ. യേശു നാമത്തില് അടയാളങ്ങൾ സംഭവിക്കട്ടെ. യേശു നാമത്തില് അടയാളങ്ങൾ സംഭവിക്കട്ടെ. In the name of Jesus Christ, he be healed. Jesus, hallelujah. രോഗമെല്ലാം മാറിടട്ടെ, കഷ്ടമെല്ലാം നീങ്ങിടട്ടെ. രോഗമെല്ലാം മാറിടട്ടെ, കഷ്ടമെല്ലാം നീങ്ങിടട്ടെ. തിരുമുറിവിനാൽ സുഖപ്പെടട്ടെ, തിരുമുറിവിനാൽ സുഖപ്പെടട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. മൗനമായി പ്രാർത്ഥിക്കുക മക്കളെ. ഇപ്പം കഴുത്തിന് ഇങ്ങനെ വലിഞ്ഞു കീറിയിരിക്കുന്നതും കഴുത്തിൻ്റെ ഒരു ഞരമ്പ്, പ്രത്യേകിച്ച് വലതുവശത്തുള്ള ഒരു ഞരമ്പിന് ഡാമേജ് ആയിട്ടുള്ള വ്യക്തിയെ കർത്താവ് സുഖപ്പെടുത്തുന്നു. പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥത്തിലാണ് അത് സുഖപ്പെടുന്നത്. ശ്രുതിക്കട്ടെ ഹല്ലേലൂയ. ചില കുരുക്കളും പരുക്കളും ഉണ്ട്, ഒരിക്കലും ഹീൽ ചെയ്യാത്ത കുരുക്കൾ. കർത്താവ് അത് നിങ്ങൾ പ്രാർത്ഥിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ സൗഖ്യം ഇപ്പം സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ശ്രുതിക്കട്ടെ ഹല്ലേലൂയ. മുഖത്തിൻ്റെ ഇടത് ഭാഗത്തിൻ്റെ ചിലപ്പോൾ കണ്ണിന് താഴെ ആയിട്ട് കല്ല് പോലെ ഇരിക്കുന്ന അവസ്ഥയാകാം, നീര് കല്ലച്ചതാകാം, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും അസുഖമായാൽ ബൾജ് ചെയ്ത് കാണിക്കുന്നുണ്ട്. കർത്താവ് ആ വ്യക്തിയെ സുഖപ്പെടുത്തുന്ന ശ്രുതികട വീണ്ടും മൗനമായി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. കുരുക്കളുണ്ടാകുന്ന രോഗികൾ, ശരീരം മുഴുവൻ കുരുക്കിൻ്റെ പാടുള്ളവർ ഒക്കെ പ്രാർത്ഥിക്കട്ടെ. അവരെല്ലാം കർത്താവിൻ്റെ വിശുദ്ധമായ രക്തം ആ മേഖലകളിൽ വീണ് കർത്താവിൻ്റെ സൗഖ്യത്തിനായി പ്രാർത്ഥിക്കുന്നു.
കണ്ണുകൾക്ക് കരികരിപ്പുള്ളവരും ഇടത് കണ്ണിൻ്റെ താഴത്തെ പോള എപ്പോഴും സജ്ജനങ്ങളോ കരികരിപ്പുള്ളതോ എപ്പോഴും ചൊറിച്ചിലുള്ളതോ ചുവന്ന നിറം കാണുന്നതായിട്ടുള്ള വ്യക്തികളെ കർത്താവ് സ്പർശിച്ചു കൊണ്ടിരിക്കുന്ന സ്തുതിയുടെ ഹല്ലേലൂയ 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 യേശുവേ ഹല്ലേലൂയ 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 ഹല്ലേലൂയ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. വീണ്ടും മൗനമായി പ്രാർത്ഥിക്കേണ്ട സമയമാണ്. കുഞ്ഞുങ്ങളുടെ പരീക്ഷ തുടങ്ങിയിരിക്കുകയാണ്. പ്രത്യേകിച്ച് SLCക്കാരെ നമ്മളിപ്പോൾ സമർപ്പിക്കണം. പ്രത്യേകിച്ച് ചില കുഞ്ഞുങ്ങൾ ദൈവം അവരെ ഒന്ന് പൊക്കിക്കൊടുക്കണമെങ്കിൽ ഇനി അവർ രക്ഷപ്പെട്ടോളൂ. അവരുടെ ചില പ്രത്യേക രോഗം കൊണ്ട് അല്ലെങ്കിൽ സ്വഭാവം കൊണ്ടൊക്കെ ചില സമയത്ത് അവർക്ക് എന്തെങ്കിലും അലംഭാവം വന്നു പോകാം. അല്ലെങ്കിൽ വീട്ടിൽ രോഗികളുള്ളത് കൊണ്ട് പഠിക്കാൻ പറ്റാത്ത അവസ്ഥയൊക്കെ കുഞ്ഞുങ്ങൾക്ക് വന്നു പോയി കാണാം. അതുകൊണ്ട് പ്രത്യേകിച്ച് എന്തെങ്കിലുമൊക്കെ സാഹചര്യങ്ങൾ കൊണ്ട് അവർ ഡൗൺ ആയി പോകും. പക്ഷെ അവർ തോറ്റു പോവുകയാണെങ്കിൽ പിന്നെ അവർ ഒരിക്കലും പൊങ്ങി വരാൻ പറ്റാത്ത അവസ്ഥകളാകാം. അങ്ങനെയുള്ള കുഞ്ഞുങ്ങളെ പ്രത്യേകം ഇപ്പോൾ അച്ഛനെ ആൾത്താറിൽ ഓർക്കുകയാണ്. കർത്താവെ, കുഞ്ഞുങ്ങളെല്ലാം അങ്ങേക്ക് സമർപ്പിക്കുന്ന പരീക്ഷ എഴുതുന്ന കുഞ്ഞുങ്ങളെല്ലാവരെയും അങ്ങേക്ക് സമർപ്പിക്കുന്ന പലതരത്തിലുള്ള പരീക്ഷകൾ ഈ മാസം നടക്കുകയാണ്. ഏപ്രിൽ മെയ് വരെ പരീക്ഷകളുള്ള കുഞ്ഞുങ്ങളുണ്ട്, ഗ്രാജുവേറ്റ് കുഞ്ഞുങ്ങളുണ്ട്, പ്രൊഫഷണൽസ് ഉണ്ട്, അതുപോലെ ഡിഗ്രിക്കാരുണ്ട്. അവരെല്ലാവരെയും ഞങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ കുടുംബങ്ങളുടെ ഭാവികൾ തന്നെ ഭൗതിക സാഹചര്യങ്ങൾ അവരിലൂടെയാണ്. അവർക്ക് വേണ്ടി ഞങ്ങൾ ഒത്തിരിയേറെ ധനങ്ങൾ വ്യയങ്ങളും മുടക്കിയിട്ടുണ്ട്, കടം മേടിച്ചവരെ പഠിപ്പിച്ചിട്ടുണ്ട്. അവർ രക്ഷപ്പെട്ട കുടുംബം ഭൗതികമായി രക്ഷപ്പെടുമെന്ന് ഞങ്ങൾ വിശ്വസിച്ച് പ്രാർത്ഥിക്കണം. കർത്താവ്, ആ കുഞ്ഞുങ്ങളെല്ലാം ഇപ്പോഴും അമ്മയെ പരിശുദ്ധ അമ്മയെ എല്ലാം അവിടെ കൂടെ അങ്ങ് പോയി ആയിരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പലതരത്തിലുള്ള വിഷമത അനുഭവിക്കുന്ന കുഞ്ഞുങ്ങളെ സ്പർശിക്കണമേ. ശ്രുതികട ഹല്ലേലൂയ 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 യേശുവേ ഹല്ലേലൂയ 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 യേശുവേ ആരാധന 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 ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ജോലിയില്ലാത്തവരുണ്ട്, ജോലി ലഭിക്കാൻ സാധ്യതയില്ലാത്തവരുണ്ട്. അങ്ങനെ ഇന്ന് നമ്മൾ സാക്ഷ്യങ്ങൾ കേട്ടതുപോലെ അതിനെല്ലാം നമ്മുടെ സാധ്യത അമ്മയുടെ മധ്യസ്ഥമാണ്. അത് ഏറ്റവും അമ്മ യേശുവിൻ്റെ കരുണയും ഒരു വലിയ സാധ്യതയാണ്. അതാണ് സാക്ഷാത്കരിക്കപ്പെട്ടതായിട്ട് സാക്ഷ്യമായിട്ട് പറഞ്ഞവർ സന്തോഷിച്ച് നമ്മളെയും സന്തോഷിപ്പിച്ചത്. അതുപോലെ എല്ലാ മേഖലകളിലുമുള്ള ജീവിത അവസ്ഥകൾ, ബിസിനസ് ചെയ്യുന്നവർ, ബിസിനസ് പരാജയപ്പെട്ടവർ, ബിസിനസ്സിൻ്റെ ബില്ല് പാസ്സാകാത്തവർ, ഫണ്ട് റിലീസ് ചെയ്ത് കിട്ടാത്തതിൻ്റെ പേരിൽ കടങ്ങൾ മേടിച്ച് വാങ്ങിച്ചിട്ട് അവസാനം ഫണ്ട് കിട്ടുമ്പോൾ കടക്കാർക്ക് കൊടുക്കാൻ മാത്രമേ ഉള്ളൂ. ജീവിച്ചുകൊണ്ട് കഷ്ടപ്പെട്ടത് കൊണ്ട് പ്രയോജനമില്ലാത്ത പലതരത്തിലുള്ള കോൺട്രാക്ടർമാർ പലതരത്തിൽ അവർ കണ്ണുനീരോടെ പ്രാർത്ഥിക്കുന്ന സമയമാണ്. അവിടെ എല്ലാ വേദനകളും പരിശുദ്ധ അമ്മ വഴി ആൾത്താരെ സമർപ്പിക്കുകയാണ്. വസ്തു വിറ്റ് മാറാത്തവർ, വസ്തുക്ക് വിറ്റ് അതിൻ്റെ കാശ് കിട്ടാത്തവർ, പ്രമാണം നടക്കാത്തവർ, ഈശോ വഴി ഇല്ലാത്തവർ, വീടില്ലാത്തവർ, എല്ലാ തരത്തിലും വേദന അനുഭവിക്കുന്ന മക്കളുടെ മേൽ കർത്താവിന്റെ കാരുണ്യം ഉണ്ടാകാൻ വേണ്ടി ശ്രുതികട ഹല്ലേലൂയ ശ്രുതികട ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ഓ പ്രിയ അഭിഷേകമേ, ഓ പ്രിയ അഭിഷേകമേ, കാറ്റായി വീശണമേ, കാറ്റായി വീശണമേ. ഓ പ്രിയ അഭിഷേകമേ, ഓ പ്രിയ അഭിഷേകമേ, കാറ്റായി വീശണമേ, കാറ്റായി വീശണമേ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. മക്കളെ, സമാധാനമില്ലാത്ത കുടുംബങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ഭക്ഷണം ഉണ്ടായാലും സമാധാനം ഇല്ലെങ്കിൽ പിന്നെ എന്നാ ഒരു ഉറക്കം പോലും ഉണ്ടാകത്തില്ല. അങ്ങനെയുള്ള കുടുംബങ്ങളെല്ലാം അച്ഛനെ ഓർത്ത് പ്രാർത്ഥിക്കുന്ന സമയമാണ്. ഭാര്യാഭർത്താക്കന്മാർ തമ്മിൽ പിരിഞ്ഞവർ, അയൽവാസികൾ തമ്മിൽ കേസായി പോയവർ, ചില ആൾക്കാർ കൊല്ലും തല്ലും എന്നൊക്കെ പറഞ്ഞ് ഭീഷണിപ്പെടുത്തിയിരിക്കുന്നവർ, ആവശ്യമില്ലാത്ത ഓരോ മർക്കട മുഷ്ടി കാണിക്കുന്ന മക്കളുടെ ഉണ്ടാക്കുന്ന മാനസിക പീഡനങ്ങൾ അനുഭവിക്കുന്ന മക്കളുടെ ദൈവത്തിൻ്റെ ഇടപെടൽ ഉണ്ടാകാൻ വേണ്ടി ശ്രുതികട ഹല്ലേലൂയ 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 ഹല്ലേലൂയ. കർത്താവേ, പൈശാചിക ബന്ധനങ്ങളെ യേശുനാമത്തില് ഇഴിഞ്ഞു മാറട്ടെ. ഹല്ലേലൂയ
വിടുതലിൻ ആത്മാവേ നിറയണമേ അഗ്നിതൻ അഭിഷേകമായി പടരണമേ വിടുതലിൻ ആത്മാവേ നിറയണമേ അഗ്നിതൻ അഭിഷേകമായി പടരണമേ പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പ്രിയമുള്ളവരെ, വസ്തു തർക്കത്തിലിരിക്കുന്നവർ, ഭാഗോടമ്പടി ലഭിക്കാത്തവർ, നടക്കാത്തവർ, ഭാഗോടമ്പടിക്ക് വേണ്ടി വട്ടം ചവിട്ട് നിൽക്കുന്നവർ, നമുക്കത് നടക്കാത്തതിൻ്റെ പേരിൽ നമുക്ക് വീട് പണിയാൻ പറ്റാത്തവർ, അതിൻ്റെ പേരിൽ ഇങ്ങനെ വസ്തു സാധന സാമഗ്രികൾക്കെല്ലാം വില കൂടി വരുമ്പോൾ നമുക്കിനി ഒരു കാലത്ത് ഈ സ്ഥലം കിട്ടിയാൽ പോലും നമുക്ക് വീട് പണിയാൻ സമ്പത്ത് തികയാതെ വരുന്നവർ, ഇങ്ങനെ കുറേ പ്രശ്നങ്ങൾ അനുഭവിക്കുന്നവരുണ്ട്. അതുകൊണ്ട് ഈ വിഷയങ്ങളെല്ലാം സമയബന്ധിതമായിട്ട് ഉടമ്പടി പ്രകാരം നിറവേറ്റാൻ വേണ്ടി അതിശക്തമായ സ്തുതികളുടെ ഹല്ലേലൂയ. ഹല്ലേലൂയ, 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 യേശുവേ, ഹല്ലേലൂയ, 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 യേശുവേ, ആരാധന, ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പലതരത്തിലുള്ള ഭീഷണികൾ ഓഫീസിലൊക്കെ ഉള്ളത്. ഇപ്പോൾ ഓഫീസിലൊക്കെ ജോലി ചെയ്യുമ്പോൾ പ്രൈവറ്റ് ഫേം ആയാലും അതുപോലെ തന്നെ പബ്ലിക് ഫേം ആയാലും എപ്പോഴും നമുക്ക് ഓഫീസുകളിൽ നമുക്ക് ഒപ്പോണൻസിനെ നമ്മൾ കൺഫ്രണ്ട് ചെയ്യുന്നതാണ്. പലതരത്തിലുള്ള പാര വെക്കുന്നവരും സൂചി വെക്കുന്നവരും വട്ടം ചവിട്ടുന്നവരും കുത്തിക്കലക്കുന്നവരും ഇങ്ങനെ പലതരത്തിലുള്ള പൈശാചിക ശക്തികളുടെ സ്വാധീനങ്ങൾ അച്ഛൻ ഈശോനാമത്തിൽ അത് ബന്ധിക്കുന്ന സമയമാണ്. ശ്രുതികട ഹല്ലേലൂയ. കർത്താവിന്റെ ഉന്നതമായ നാമത്തിന്, കർത്താവിന്റെ ഉന്നതമായ നാമത്തിന്, ഉന്നതമായ നാമത്തിൽ ഞങ്ങളുടെ പുണ്യപ്പാടുകളിലെ തൊഴിലിടങ്ങളിൽ അനുഭവിക്കുന്ന പൈശാചിക സ്വാധീനങ്ങളെ യേശു ക്രിസ്തു നാമത്തിൽ അമ്മ മാതാവിന്റെ മധ്യസ്ഥത്തിൽ ബന്ധിക്കുന്ന ശ്രുതികട ഹല്ലേലൂയ. കെട്ടുകൾ പൊട്ടട്ടെ, ബന്ധനമഴിയട്ടെ, കെട്ടുകൾ പൊട്ടട്ടെ, യേശുവിന്റെ തിരുരക്തം ഞങ്ങളിൽ നിറയട്ടെ, യേശുവിന്റെ തിരുരക്തം പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. മൗനമായി പ്രാർത്ഥിക്കേണ്ട സമയമാണ്. എന്തെങ്കിലും കാര്യം അച്ഛൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ എൻ്റെ മക്കൾ ഇപ്പോഴും പ്രാർത്ഥിക്കണം. അമ്മ നിങ്ങൾക്ക് വേണ്ടി മധ്യസ്ഥം വഹിക്കേണ്ട സമയമാണ്. ആശീർവാദത്തിന് മുമ്പ് എന്തെങ്കിലും വിഷയങ്ങൾ, ഇപ്പോൾ സർവീസ് പ്രോബ്ലം ആകാം, അല്ലെങ്കിൽ നിങ്ങളുടെ ഏതെങ്കിലും ലീഗൽ പ്രശ്നങ്ങളാകാം, അതൊക്കെ ഇപ്പോൾ സമർപ്പിക്കേണ്ടതാണ്. നിങ്ങൾക്ക് നീതി കിട്ടുന്ന രീതി കേസ് പോകണില്ല എന്നുള്ള നിങ്ങളുടെ ഒരു ചിന്തയാകാം, അത് കണ്ണീരോടെ സമർപ്പിക്കുക. ഒരു പക്ഷേ നിങ്ങൾ വിശ്വസിച്ച ആൾക്കാർ തന്നെ ചിലപ്പോൾ നിങ്ങളെ ചതിച്ചുകൊണ്ടിരിക്കണത്. അങ്ങനെയൊക്കെ തോന്നുന്നുണ്ടെങ്കിൽ അതെല്ലാം പരിശുദ്ധ അമ്മ വഴി, അമ്മ അഡ്വക്കേറ്റ് ആണെന്ന് നമുക്കറിയാം, പരിശുദ്ധ അമ്മ വഴി ഈശോയ്ക്ക് സമർപ്പിക്കുക. വിവാഹം ഒത്തുവരാത്തവർ, മക്കളില്ലാത്തവർ, കൂടെ അബോർഷൻ സംഭവിക്കുന്ന അവസ്ഥകൾ ഒക്കെ സമർപ്പിക്കുക. യാത്ര പോകാൻ ഉദ്ദേശിക്കുന്നവരെ, കുറേ ഇപ്പോൾ കൊറോണ ഉയർത്തുന്ന കുറേ വെല്ലുവിളികളുണ്ട്. തൊഴിൽപരമായ യാത്രകളെയൊക്കെ അത് ബാധിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് അച്ഛൻ പറയുന്നത്, എത്രയും വേഗം ഈ മനുഷ്യരാശിയെ ബന്ധിച്ചിരിക്കുന്ന വിഷയം, ലോകത്തെ നിശ്ചലമാക്കിക്കൊണ്ടിരിക്കുന്ന അവസ്ഥകളിൽ നിന്ന് മോചനം നൽകാൻ വേണ്ടി സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. Lord Jesus, pour out His Spirit. I bind and bow in the name of Jesus Christ. We